പിന്നെ ഇവർ എല്ലാവരും പാടെ തെരഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ബോഡി പിന്നീട് കണ്ടുകിട്ടുന്നത്. അതെങ്ങനെ സാധിക്കുന്നു? പിന്നെ കണ്ടുകിട്ടിയ ബോഡിക്ക് അത്ര പഴക്കം കാണുന്നില്ല, അതും ഒരു പോയിൻ്റാണ്. പിന്നെ ഡോഗ് സ്ക്വാഡ് കയറി ചെന്ന കടയിലെ ആളെ ചോദ്യം ചെയ്തിട്ടില്ല, അതും സംശയമുണ്ട്. JK റിവ്യൂകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പാലക്കാട് കടമ്പഴിപ്പുറത്ത് നിന്ന് കർണാടകയിലെ ബാബ പുഡൻഗിരി മലനിരകളിലേക്ക് വിനോദയാത്ര പോയ 41 അംഗ സംഘത്തിലെ 10ാം ക്ലാസ്സുകാരി ശ്രീനന്ദയുടെ വിയോഗം കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്, കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ വിനോദയാത്രയുടെ ആവേശത്തിനിടയിൽ എടുത്ത ആ ഒരു സെൽഫിക്ക് ശേഷം ശ്രീനന്ദയ്ക്ക് സംഭവിച്ചത് എന്താണ്? അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഇതിനോടകം കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം. അപ്പം നമുക്കതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. പിന്നെ എൻ്റെ ഈ മുഖത്ത് കാണുന്നതൊക്കെ ഈ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കാരണം എൻ്റെ ഈ മുഖം കണ്ടിട്ട് ആരും ഭയപ്പെടരുത്, അതുകൊണ്ടാണ്. കുറച്ച് നാളുണ്ടാവുമെന്നാണ് കരുതുന്നത്. ശ്രീനന്ദയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. അവസാന നിമിഷങ്ങളിലെ ദുരൂഹത സംഘത്തിലുണ്ടായിരുന്ന രണ്ട് കുട്ടികളും ശ്രീനന്ദയും ചേർന്ന് വൈകുന്നേരം 5:20-നും 5:30-നും ഇടയിൽ സെൽഫികൾ എടുത്തിരുന്നതായിട്ട് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശികളായ രമേശ് രോഹിണി ദമ്പതികളുടെ മകളായ ശ്രീനന്ദ SSLC പരീക്ഷ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 വരെ മാതാപിതാക്കളുടെ കൂടെയുണ്ടായിരുന്ന കുട്ടി കൂടെയുണ്ടായിരുന്നവർ ഐസ്ക്രീം വാങ്ങാൻ പോയി. തിരിച്ചു വന്ന ആ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് കാണാതായത്. പോലീസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന വലിയ തിരച്ചിലിനൊടുവിലാണ് ഈ ഒരു ദുരന്ത വാർത്ത പുറത്തു വരുന്നത്. അതായത് കാണാതായത് 4 ദിവസം മുമ്പ്. കണ്ടുകിട്ടിയ ശ്രീനന്ദയുടെ മൃതദേഹത്തിന് അത്ര പഴക്കവും തോന്നുന്നില്ല. അപ്പം ഇതൊക്കെ ദുരൂഹതയേറുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഈ വിനോദസഞ്ചാരത്തിനിടെ ഇവിടെ ചിക്കമംഗളൂരിൽ കേട്ടോ, ദുരൂഹ സാഹചര്യത്തിൽ 15-കാരി ശ്രീനന്ദ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുകയാണ് ഉണ്ടായത്. 15-കാരിയുടേത് അപകടമരണമല്ലെന്നും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതാകാമെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്, ഞാൻ വഴി അത് പറഞ്ഞുതരാം. മരിച്ച ശ്രീനന്ദയുടെ ബന്ധുക്കൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: ആ ഒരു മലയുടെ മുകളിലേക്ക് എങ്ങനെയാണ് കുട്ടിക്ക് ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുക? പിന്നെ കാണാതായ ദിവസം തന്നെ കൃത്യമായി തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ശ്രീനന്ദയെ രക്ഷിക്കാമായിരുന്നെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. പിന്നെ ഇവർ എല്ലാവരും പാടെ തെരഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ബോഡി പിന്നീട് കണ്ടുകിട്ടുന്നത്. അതെങ്ങനെ സാധിക്കുന്നു? പിന്നെ കണ്ടുകിട്ടിയ ബോഡിക്ക് അത്ര പഴക്കം കാണുന്നില്ല, അതും ഒരു പോയിൻ്റാണ്. പിന്നെ ഡോഗ് സ്ക്വാഡ് കയറി ചെന്ന കടയിലെ ആളെ ചോദ്യം ചെയ്തിട്ടില്ല, അതും സംശയമുണ്ട്. കടക്കാരനെ പോലീസ് ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് കുടുംബം കുറ്റപ്പെടുത്തുമ്പോഴും പോലീസ് അതിനെ നേരെ മുഖം മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ 40 അംഗമുള്ള ഒരു സംഘത്തിനൊപ്പമാണ് ഈ ശ്രീനന്ദ ചിക്കമംഗളൂരിലെത്തിയത്. വൈകിട്ട് 5:20 വരെ മാതാപിതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടി വെറും 5 മിനിറ്റിനുള്ളിൽ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തതെന്ന് കുടുംബം പറയുന്നു. ശ്രീനന്ദ വെള്ളച്ചാട്ടം കണ്ട ശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. മൃതദേഹം കിട്ടിയതാണെങ്കിലോ ആ ഒരു ചെരിവ് ഗ്രൗണ്ടിന് മറുവശത്താണ്. ആ ഭാഗത്തേക്ക് കുട്ടി പോയിട്ടേ ഇല്ല. കാണാതായത് വ്യൂ പോയിന്റിൽ നിന്നാണ്. അപ്പോൾ മൃതദേഹം കിട്ടിയിടത്ത് ഇന്നലെയും തെരച്ചിൽ നടത്തിയിരുന്ന ബന്ധുക്കൾ ഉൾപ്പെടെ ഇന്ന് അതേ സ്ഥലത്ത് നിന്ന് ഡെഡ് ബോഡി കിട്ടുന്നു. അതെങ്ങനെയാണ്? ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൊളുത്തി കിടന്നിട്ട് പിന്നെ വീണതായാലും ഈ ഡെഡ് ബോഡിക്ക് പഴക്കം കാണണ്ടേ? അപ്പോൾ അത് കാണിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇനി റിപ്പോർട്ട് വന്നാലാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശ്രീനന്ദ പിന്നൊരു കാര്യം അവർ വ്യക്തമായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനന്ദ ഒരു ചെറിയ സ്വർണ്ണമോതിരം ധരിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാനില്ല. അപ്പോൾ മരണത്തിൽ വിശുദ്ധമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ബാബ ബുധനഗിരിക്ക് താഴെ ഹർഷനഗുപ്പയിലെ 1500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അത് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെർമൽ ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിലാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. അത് ശ്രീനന്ദയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 200 അംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ തിരച്ചിൽ ഊർജിതമായി തുടരുന്നതിനിടയിലാണ് മൃതദേഹം കിട്ടിയത്. കാണാതായ ദിവസം വന്ന വാഹനങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നിരുന്നു. കേരള പോലീസും ഈ തിരച്ചിലിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സംശയം വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള ഭിക്ഷാടനക്കാരും തെരുവിലുറങ്ങുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരറിയാതെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷേ പോലീസ് അവരേനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പുറത്തുനിന്ന് വന്ന് തട്ടിക്കൊണ്ടു പോകാനാകില്ലെന്നും ബന്ധുക്കൾ വ്യക്തമായിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ സ്ഥലവും ഈ വ്യൂ പോയിൻ്റ് ഒന്നും അപകട സ്ഥലമല്ലെന്നും ഈ പ്രദേശവാസിയായിട്ടുള്ള ജോൺ പറയുന്നുണ്ട്. ഈ ഒരു എക്സ്കർഷൻ്റെ ഇടയിലായിട്ട് ചിക്കമാംഗ്ലൂരിലെ മാണിക്യത്താര വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിന് സമീപമാണ് ഇവരനെ കാണാതാവുന്നത്. അപ്പോൾ അന്നേരം പോലീസും വനം വകുപ്പും ദുരന്ത നിവാരണ സേനയും ചേർന്നിട്ടാണ് തിരച്ചിൽ നടത്തിയിരുന്നത്. അപ്പോൾ ഈ തിരച്ചിലിനൊടുവിൽ ഡോഗ് സ്ക്വാഡും ഉണ്ടായിരുന്നു തിരച്ചിലിൻ്റെ ഇടയിൽ. അപ്പോൾ ഡ്രോൺ ക്യാമറകളും പിന്നീട് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ വീണെന്നും സംശയം ഉയർന്നെങ്കിലും തിരച്ചിലിന് ശേഷം പോലീസ് ആ ഒരു സാധ്യത തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് മറ്റ് 2 കുട്ടികൾക്കൊപ്പം ശ്രീനന്ദ ഫോട്ടോ എടുത്തിരുന്നു. അവസാനത്തെ ഒരു സെൽഫി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സംഘം തിരിച്ചിറങ്ങുന്നതിനിടെയാണ് ശ്രീനന്ദയെ കാണാതാകുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. ഫോണുണ്ടെങ്കിലല്ലേ പിന്നീട് ഒരു സെൽഫിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പോവുക. അപ്പം അങ്ങനൊരു സംഭവം നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി എന്നുള്ളൊരു സംഭവം നമുക്ക് തള്ളിക്കളയാവുന്നതാണ്. കഷ്ടിച്ചൊരു 5 മിനിറ്റിലാണ് കുട്ടിയെ കാണാതായതെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ശ്രീനന്ദയെ കാണാതാകുന്നത്. പിന്നീട് അവിടെ പ്രദേശത്ത് ഭയങ്കരമായിട്ടുള്ള മൂടൽമഞ്ഞും ഇരുട്ടും നിറഞ്ഞതിനാൽ ഭയങ്കരമായിട്ട് കോടിറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ പോലും കണ്ടെത്താൻ വളരെ പാടുള്ള ഒരു സമയവും സ്ഥലവുമാണ്. അപ്പോൾ കാണാതായ സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ മാത്രമാണ് CCTV എന്ന് പറയുന്ന ഒരു സംഭവമുള്ളൂ. ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നായ സമീപത്തുള്ള കടയുടെ പരിസരത്തേക്ക് എത്തിയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ആ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും അപകടപ്പെടുത്താം. അങ്ങനെയും ചിന്തിക്കാമല്ലോ, എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം നമുക്കിപ്പോൾ. എന്നിട്ടും ആ പോലീസ് ആ ആളെ ചോദ്യം ചെയ്യാത്തതെന്നാണ് കുടുംബത്തിൻ്റെ ഒരു ആരോപണം. പിന്നെ ആദ്യ ദിവസമൊക്കെ തെരച്ചിൽ നടത്താനായിട്ട് ഭയങ്കര ഉഴപ്പ് കാണിച്ചിരുന്നു പോലീസുകാരെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനന്ദയെ കണ്ടെത്താൻ രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ മൃതദേഹം ഡ്രോൺ ഉപയോഗിച്ചിട്ട് 1500 അടി താഴ്ചയിൽ നിന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ പാലക്കാട് നിന്നുള്ള സംഘം സന്ദർശിക്കുമ്പോൾ മറ്റ് 10 പേര് കൂടി ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 4 അംഗ പോലീസ് സംഘം കേരളത്തിൽ നിന്നും ചിക്കമാംഗ്ലൂരിലെത്തിയിരുന്നു. അപ്പോൾ ഇവരുടെയും കൂടി നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ചയിൽ നിന്ന് കണ്ടെത്തിയത്. എനിക്ക് തോന്നുന്നു അവിടെ പോലീസ് ഒരു ഉഴപ്പ് കാണിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ ഇവിടുന്ന് കേരള പോലീസ് എത്തിയത്. കേരള പോലീസ് എത്തി മണിക്കൂറുകൾക്കുള്ളിൽ മൃതദേഹം കിട്ടി. പുറത്തു നിന്നും കാണാൻ കഴിയാത്തൊരു മലയിടുക്കിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. അതായത് നമുക്ക് പുറത്തുനിന്നൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു മലയുടെ ഇടുക്കിലാണ് കിടന്നിരുന്നത്. അപ്പോൾ തട്ടിക്കൊണ്ട് പോയതാണോ എന്ന സംശയം കുടുംബം ആദ്യമേ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പം മൃതദേഹം കൂടി കണ്ടപ്പോൾ ആ ഒരു സംശയം ബലപ്പെടുത്തുന്നതായി മാറിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും വേറൊരു വഴിക്ക് ഓടി പോവുകയാണെങ്കിൽ തന്നെ കുട്ടിയുടെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരിക്കണമല്ലോ. ഇപ്പോൾ ഫോട്ടോ എടുക്കാനാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു നമ്മൾ കാണാത്ത എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ അത് കാണാനുള്ള ഒരു ത്വര അതിലും പോവാം. ഈ ആരെങ്കിലും
തട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു ചാൻസ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ വിരലിൽ ഒരു സ്വർണ്ണമോതിരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡെഡ് ബോഡി കിട്ടിയപ്പോൾ അതിനകത്ത് മോതിരമൊന്നുമില്ല. അപ്പോൾ അതും സംശയത്തിൻ്റെ ആക്കം കൂട്ടുന്നുണ്ട്. ഈ CCTV ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണാതായ സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് CCTV ഉള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയാം. എന്തായാലും ആ ഒരു ഡെഡ് ബോഡി ഒരു ബ്ലറായ പോലെ കാണാൻ സാധിക്കുമെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനകത്ത് ഡെഡ് ബോഡിക്ക് വലിയൊരു അഴുകിയ ലക്ഷണങ്ങളൊന്നുമില്ല. എന്താ പറയുക, വേറെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഡ്രസ്സ് ചെറുതായിട്ട് കീറിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ഡെഡ് ബോഡിക്കൊന്നും സംഭവിക്കാത്തതെന്നാണ് പ്രധാന പ്രശ്നം. ഓക്കെ, ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.